വിഴിഞ്ഞ ഉദ്ഘാടന വേദിയിൽ നടന്ന ഒരു കോമഡിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എടോ അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എടോ തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. ആരും സംശയിക്കേണ്ട, ഇത് നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആണ്. ഒരു MP, ഒരു മന്ത്രി, ഒരു MLA, പിന്നെ ഈ കുമ്മനടി എന്ന് പറഞ്ഞ് നമ്മള് കുമ്മന രാജശേഖരനെ കുറെ കാലം ട്രോൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ട്രെൻഡിങ് ചന്ദ്രനടിയാണ്. മെട്രോ വന്നപ്പോ കുമ്മോജി, വിഴിഞ്ഞത്ത് കപ്പൽ വന്നപ്പോ ചന്ദ്രോജി. വിഴിഞ്ഞ ഉദ്ഘാടന വേദിയിൽ എല്ലാ മന്ത്രിമാരും സദസ്സിൽ ഇരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മാത്രം കയറി സ്റ്റേജിൽ ഇരുന്നത്. ഇദ്ദേഹം സ്റ്റേജിൽ ഇരിക്കുക മാത്രമല്ല, മുദ്രാവാക്യവും വിളിക്കാൻ തുടങ്ങി. വന്ദേ മാതരം, വന്ദേ മാതരം. വിളിക്കാത്ത സദ്യക്ക് വിളമ്പുന്നയാൾക്ക് ലജ്ജയില്ലെങ്കിലും തിന്നുന്നയാൾക്ക് ലജ്ജ വേണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയ അല്പത്തരല്ലേ ഇത്. നമ്മുടെ നാട്ടില് ഒരു സിനിമ ഹിറ്റാവുമ്പോ അതിന്റെ കൂടെ ഒരു പൊട്ടനും വൈറലാവും. അതുപോലെയാണ് ഇപ്പൊ വിഴിഞ്ഞത്ത് കപ്പൽ വന്നപ്പോ ചന്ദ്രോജി വൈറലായത്. പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി മാത്രമല്ല, നമ്മുടെ നാട്ടില് എന്ത് വികസനം വന്നു കഴിഞ്ഞാലും മൂന്ന് മുന്നണികളും അവരുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരത്തിലായിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ കസര ആദ്യം കണ്ട ഞാനാണ്, ഞാനതിൽ പള്ളി പോയി പറഞ്ഞാൽ ആദ്യം കണ്ടത് ഞാനാ. പക്ഷെ ഇവിടെ രാജീവ് ചന്ദ്രശേഖറിന് ഒരു ക്യാബിനറ്റ് പദവിയില്ല. ഇദ്ദേഹം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല. എന്താ കാരണം? സ്ഥാനമോ ഇല്ലെങ്കിൽ പേര് വരാൻ താല്പര്യമില്ല, അതന്നെ. എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇദ്ദേഹം സ്റ്റേജിൽ കയറി ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചത്. അടുത്ത സമയത്ത് ഇദ്ദേഹം പറഞ്ഞ ഒരു മാസ് ഡയലോഗാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും പറയും, വേണമെങ്കിൽ മുണ്ടി കുത്തി വെക്കാനും പറയും. മലയാളം സംസാരിക്കാനും പറയും, മലയാളത്തിൽ തെറി പറയാനും പറയും. ഇപ്പൊ ഈ ഡയലോഗിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. മുണ്ട് മടക്കി കുത്താനും അറിയാം, സ്റ്റേജിൽ ഫസ്റ്റ് അടിക്കാനും അറിയാം. ഇവിടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നവരുടെ ലിസ്റ്റിൽ ചന്ദ്രോജിയുടെ പേരില്ലായിരുന്നു. പക്ഷെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റില് ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. എന്തായാലും ഇനി ഒരാഴ്ചത്തേക്ക് ചന്ദ്രോജി എയറിലായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. സോറി, നീ കസേര കയറിയിരുന്നല്ലേ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും.